ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ നിയമനങ്ങളാണ്, പുതിയ നിയമനങ്ങളാണ്. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്, നമുക്കറിയാം 15ാമത്തെ രാഷ്ട്രപതിയാണ്. ഇന്ത്യൻ ഉപരാഷ്ട്രപതി ആരാണ്? ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറാണ്, 14ാമത്തെ ഉപരാഷ്ട്രപതിയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? DY ചന്ദ്രചൂഡ് കേട്ടോ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? DY ചന്ദ്രചൂഡാണ്. ഇപ്പോഴത്തെ ലോകസഭാ സ്പീക്കർ ആരാണ്? ഓം ബിർള ആരാണ്? ഓം ബിർള ഇപ്പോഴത്തെ ലോകസഭാ സ്പീക്കറാണ് ഓം ബിർള, ഓർത്തിരിക്കുക. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ. അടുത്തത് ഇപ്പോഴത്തെ രാജ്യസഭ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഹരിവംശ നാരായൺ സിംഗ് ആരാണ്? ഹരിവംശ നാരായൺ സിംഗ് ഇപ്പോഴത്തെ രാജ്യസഭ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഹരിവംശ നാരായൺ സിംഗ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് രാജീവ് കുമാർ. ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? രാജീവ് കുമാറാണ്. ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് അരുൺ കുമാർ മിശ്ര കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അരുൺ കുമാർ മിശ്രയാണ്. ഇമ്പോർട്ടൻ്റ് ആണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അരുൺ കുമാർ മിശ്ര. ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ഹീരാലാൽ സമരിയ കേട്ടോ. ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചെയർമാനാണ് ഹീരാലാൽ സമരിയ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? രേഖാ ശർമ്മ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മയാണ്. UPSC ചെയർമാൻ, ഇപ്പോഴത്തെ UPSC ചെയർമാനാണ് ആര്? മനോജ് സോണി. ഇപ്പോഴത്തെ UPSC ചെയർമാനാണ് ആര്? മനോജ് സോണി. ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ്. റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ്. അപ്പോൾ വനിതാ കമ്മീഷൻ അധ്യക്ഷരാണ് രേഖാ ശർമ്മ. UPSC ചെയർമാൻ ആരാണ്? മനോജ് സോണി. റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ്. അടുത്തത് ഇപ്പോഴത്തെ ലോകസഭ സെക്രട്ടറി ജനറൽ ആണ് ഉത്പൽ കുമാർ സിംഗ് കേട്ടോ. ഉത്പൽ കുമാർ സിംഗ് ആണ് ഇപ്പോഴത്തെ ലോകസഭാ സെക്രട്ടറി ജനറൽ ആണ്. ഉത്പൽ കുമാർ സിംഗ് ആണ്. രാജ്യസഭാ സെക്രട്ടറി ജനറലാണ് PC മോദി. ലോകസഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗും രാജ്യസഭാ സെക്രട്ടറി ജനറലാണ് PC മോദി. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് S സോമനാഥ് കേട്ടോ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് S സോമനാഥ്. വിക്രം സാരാഭായി സ്പേസ് സെന്റർ ഡയറക്ടർ, ഇപ്പോഴത്തെ വിക്രം സാരാഭായി സ്പേസ് സെന്റർ ഡയറക്ടർ ആരാണ്? S ഉണ്ണികൃഷ്ണൻ നായർ കേട്ടോ. S ഉണ്ണികൃഷ്ണൻ നായരാണ്. ISRO ചെയർമാൻ S സോമനാഥ്, രാജ്യസഭാ സെക്രട്ടറി ജനറൽ PC മോദി, ലോകസഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ്. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആണ് ആരെന്ന് പറഞ്ഞാൽ R വെങ്കിട്ടരമണി ആരാണ്? R വെങ്കിട്ടരമണിയാണ് അറ്റോർണി ജനറൽ. 17ാമത്തെ ചോദ്യമാണ് ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ ആണ് തുഷാർ മേത്ത കേട്ടോ. ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്ത. ഇപ്പോഴത്തെ CAG കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, CAG ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമു കേട്ടോ. ഗിരീഷ് ചന്ദ്ര മുർമു ആണ് ഇപ്പോഴത്തെ CAG. ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ്? ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൗബയാണ് കേട്ടോ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ക്യാബിനറ്റ് സെക്രട്ടറിയാണ് ആര്? രാജീവ് ഗൗബ. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? ഇപ്പോഴത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ കേട്ടോ. അനിൽ ചൗഹാനാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? അനിൽ ചൗഹാനാണ്. കരസേനാ മേധാവി ആരെന്ന് ചോദിച്ചാൽ മനോജ് പാണ്ഡെ. വ്യോമസേനാ മേധാവി ആരാണ്? VR ചൗധരി എന്നാണ് കേട്ടോ. ചൗധരി. വ്യോമസേനാ മേധാവി VR ചൗധരി. നാവികസേനാ മേധാവി ദിനേശ് കുമാർ ത്രിപാഠി കേട്ടോ. ദിനേശ് കുമാർ ത്രിപാഠി നാവികസേനാ മേധാവി. വ്യോമസേനാ മേധാവി VR ചൗധരി. കരസേനാ മേധാവി മനോജ് പാണ്ഡെ. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ. അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാനാണ് അജിത് കുമാർ മൊഹന്തി കേട്ടോ. അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാനാണ് അജിത് കുമാർ മൊഹന്തി. അറ്റോമിക് എനർജി അജിത് കുമാർ മൊഹന്തി.
UGCയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് മമിഡാല ജഗദേഷ് കുമാർ കേട്ടോ. മമിഡാല ജഗദേഷ് കുമാർ കേട്ടോ. ജഗദേഷ് കുമാർ, മമിഡാല ജഗദേഷ് കുമാറാണ് ഇപ്പോഴത്തെ UGC ചെയർമാൻ. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനാണ് കിഷോർ മക്വാന. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? കിഷോർ മക്വാനയാണ്. കിഷോർ മക്വാന. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യയാണ്. അന്തർ സിംഗ് ആര്യ. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന. പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് ഇക്ബാൽ സിംഗ് ലാൽപുര. ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. ഇക്ബാൽ സിംഗ് ലാൽപുര. CBI ഡയറക്ടറാണ് പ്രവീൺ സൂദ്. CBI ഡയറക്ടർ പ്രവീൺ സൂദാണ്. പ്രവീൺ സൂദ്. 30ാമത്തെ ചോദ്യം. യുഎന്നിന്റെ ഇന്ത്യൻ സ്ഥിര പ്രതിനിധിയാണ് രുചിര കാംബോജ്. ചോദിക്കുന്നതാണ് യുഎന്നിന്റെ ഇന്ത്യൻ സ്ഥിര പ്രതിനിധിയാണ് രുചിര കാംബോജ്. രുചിര കാംബോജ് ഇന്ത്യൻ സ്ഥിര പ്രതിനിധി. യുഎന്നിലെ ഇന്ത്യൻ സ്ഥിര പ്രതിനിധിയാണ് രുചിര കാംബോജ്. ഇന്ത്യൻ സെൻസസ് കമ്മീഷണർ ആരാണ്? ഇന്ത്യൻ സെൻസസ് കമ്മീഷണർ മൃത്യുഞ്ജയ് കുമാർ നാരായൺ. മൃത്യുഞ്ജയ് കുമാർ നാരായണാണ് ഇന്ത്യൻ സെൻസസ് കമ്മീഷൻ ചെയർമാൻ കേട്ടോ. ഇന്ത്യൻ സെൻസസ് കമ്മീഷണറാണ് മൃത്യുഞ്ജയ് കുമാർ നാരായൺ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ചെയർമാനാണ് അവീഗ് കുമാർ സർക്കാർ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനാണ് അവീഗ് കുമാർ സർക്കാർ. അവീഗ് കുമാർ സർക്കാർ കേട്ടോ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് നമുക്കെല്ലാം അറിയാം. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? അജിത് ഡോവലാണ്. അജിത് ഡോവലാണ് കേട്ടോ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. അടുത്ത ചോദ്യം. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റാണ് മാധവ് കൗശിക്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റാണ് മാധവ് കൗശിക്. കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ വി നാഗദാസ് കേട്ടോ. ലളിതകലാ അക്കാദമി, കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാനാണ് വി നാഗദാസ്. കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാ? മാധവ് കൗശിക്. അടുത്ത ചോദ്യം. കേന്ദ്ര സംഗീത നാടക അക്കാദമി ചെയർമാനാണ് സന്ധ്യ. കേന്ദ്ര സംഗീത നാടക അക്കാദമി ചെയർമാൻ ആരാണ്? സന്ധ്യയാണ്. വിദേശകാര്യ സെക്രട്ടറി, ഇപ്പോഴത്തെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിനയ് മോഹൻ ക്വാത്ര കേട്ടോ. വിനയ് മോഹൻ ക്വാത്രയാണ് ഇപ്പോഴത്തെ വിദേശകാര്യ സെക്രട്ടറി. വിനയ് മോഹൻ ക്വാത്ര. ഇപ്പോഴത്തെ പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അർമാനെ കേട്ടോ. ഇപ്പോഴത്തെ പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അർമാനെ. ഗിരിധർ അർമാനെ പ്രതിരോധ സെക്രട്ടറി. വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിനയ് മോഹൻ ക്വാത്രയാണ്. 39ാമത്തെ ചോദ്യമാണ്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആരാണ്? അജയ് കുമാർ ബെല്ല. അജയ് കുമാർ ബെല്ലയാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി. അജയ് കുമാർ ബെല്ല. റെയിൽവേ ബോർഡ് ഡയറക്ടർ ആരാണ്? ജയ് വർമ്മ സിൻഹ കേട്ടോ. ജയ വർമ്മ സിൻഹയാണ് കേട്ടോ. സോറി, റെയിൽവേ ബോർഡ് ഡയറക്ടറാണ് ജയ വർമ്മ സിൻഹ. ജയ വർമ്മ സിൻഹയാണ് റെയിൽവേ ബോർഡ് ഡയറക്ടർ. 22ാമത് നിയമ കമ്മീഷൻ ചെയർമാനാണ് ഋതുരാജ് അവസ്ഥി. 22ാമത് നിയമ കമ്മീഷൻ ചെയർമാനാണ് ഋതുരാജ് അവസ്ഥി. 42ാമത്തെ ചോദ്യം. ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തപൻ ദേഖ. ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടറാണ് തപൻ ദേഖ. തപൻ ദേഖ. ഇന്റലിജൻസ് ബ്യൂറോ IB ഡയറക്ടറാണെന്ന് പറഞ്ഞാൽ തപൻ ദേഖ. 22ാമത് നിയമ കമ്മീഷൻ ചെയർമാൻ ഋതുരാജ് അവസ്ഥിയാണ്. ഋതുരാജ് അവസ്ഥി. റെയിൽവേ ബോർഡ് ഡയറക്ടറാണ് ജയ വർമ്മ സിൻഹ. ഇപ്പോഴത്തെ റോ ഡയറക്ടറാണ് രവി സിൻഹ. ഇപ്പോഴത്തെ റോ ഡയറക്ടറാണ് രവി സിൻഹയാണ്. രവി സിൻഹ. 16ാമത്തെ ധനകാര്യ കമ്മീഷനാണ് അരവിന്ദ് പനഗരിയ കേട്ടോ. 16ാമത്തെ ധനകാര്യ കമ്മീഷൻ ആരാണ്? അരവിന്ദ് പനഗരിയാണ്. 45. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനാണ് ഹൻസിരാജ് ഗംഗാറാം അഹിർ കേട്ടോ. ഹൻസിരാജ് ഗംഗാറാം അഹിർ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനാണ് ഹൻസിരാജ് ഗംഗാറാം അഹിർ. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണ് പ്രിയങ്ക കനൂങ്കോ കേട്ടോ.
പ്രിയങ്ക കനൂങ്കോയാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. പ്രിയങ്ക കനൂങ്കോ. DRDO ചെയർമാനാണ് സമീർ വി കാമത്ത്. DRDO ചെയർമാൻ സമീർ വി കാമത്ത്. DRDO ചെയർമാനാണ് സമീർ വി കാമത്ത്. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക കനൂങ്കോ. നീതി ആയോഗ് CEO ആണ് ഇപ്പോഴത്തെ BVR സുബ്രഹ്മണ്യം. നീതി ആയോഗ് CEO ഇപ്പോഴത്തെ CEO ആണ് BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിന്റെ വൈസ് ചെയർമാനാണ് സുമൻ ബെരി. കേട്ടോ, നീതി ആയോഗിന്റെ വൈസ് ചെയർമാനാണ് സുമൻ ബെരി. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറാണ് പ്രവീൺ കുമാർ ശ്രീവാസ്തവ. കേട്ടോ, പ്രവീൺ കുമാർ ശ്രീവാസ്തവ. കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവ. അപ്പോൾ ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഇതിൽ നിന്നൊരു ചോദ്യം ഉറപ്പാണ്. അപ്പോൾ എന്ത് ചെയ്യുക, പഠിക്കുക, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. താങ്ക്